നമസ്കാരം. കെട്ടും പാട്ടവും മുറുക്കി പാകിസ്ഥാനിലേക്ക് ചർച്ചയ്ക്ക് എത്തിയിരിക്കുകയാണ് അമേരിക്ക. ഇറാനെ അവിടെ എത്തണമെന്നും ചർച്ച ചെയ്യണമെന്നും തങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അക്ഷരം പ്രതി അനുസരിക്കണമെന്നും, ഇല്ലെങ്കിൽ എന്റെ കൂടും കൊടുക്കുകയും എല്ലാം ചവിട്ടിക്കൂട്ടി കുഴിച്ചുമൂടും, കുഴിച്ചുമൂടും, ചുട്ടരിക്കും, എല്ലാം തകർത്ത് തരിപ്പണമാക്കും എന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. സാധാരണഗതിയിൽ ഒരു മധ്യസ്ഥ ചർച്ച അല്ലെങ്കിൽ ഒരു ചർച്ച എന്നൊക്കെ പറയുന്നത് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയിട്ടാണോ? ഇറാൻ പറയുന്നത് ചർച്ചയ്ക്കും ഞങ്ങളില്ല, ഇമാതിരിയുള്ള പരിപാടിയും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട, ഞങ്ങളില്ല. ഇന്ന് ഇസ്ലാമാബാദിൽ നടക്കുന്ന ചർച്ച ഒരു വെടിനിർത്തലിലേക്ക് അല്ലെങ്കിൽ സ്ഥിരമായ ഒരു യുദ്ധ വിരാമത്തിലേക്ക് വരണേ എന്ന് ലോകം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവിടെയാണ് ട്രംപ് തന്റെ ആ ഒരു ധാർഷ്ട്യം, ഗുണ്ടായിസം, കൊള്ള കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഈ സംഘർഷം, യുദ്ധം പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ ചെറുതായിട്ടൊന്നും അല്ല ബാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്കിത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അമേരിക്ക അവരുടെ രക്ഷയ്ക്കെത്തുമെന്ന് കരുതി, പക്ഷെ അമേരിക്കയുടെ സൈനിക താവളങ്ങളെല്ലാം ഇറാൻ അടിച്ച് തരിപ്പണമാക്കിയപ്പോഴും ഒന്നും വേണ്ടിയിട്ടില്ല. ഈ പറയുന്ന രാജ്യങ്ങളെ തങ്ങൾ സംരക്ഷിക്കുമെന്ന് കരുതിയിരുന്ന രാജ്യങ്ങളെ ഒന്നും അമേരിക്ക സംരക്ഷിച്ചില്ല എന്ന് മാത്രമല്ല, സ്വന്തം സൈനിക താവളങ്ങൾ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. JD വാൻസ് ചർച്ചയ്ക്ക് വേണ്ടി എല്ലാം വാരിക്കെട്ടി ഇസ്ലാമാബാദിൽ എത്തുമ്പോൾ ഇറാൻ അവിടെ ചർച്ചയ്ക്ക് എത്തും എന്നതിനെ കുറിച്ച് യാതൊരു ഉറപ്പുമില്ല. അതായത് ഇറാൻ പറയുന്നത് ഞങ്ങൾ ഈ സംഭവം അറിഞ്ഞിട്ടില്ല, അവിടുത്തെ ചർച്ച അറിഞ്ഞിട്ടില്ല, ഞങ്ങളോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഭീഷണിയാണ്. അതായത് ഞങ്ങൾക്ക് എണ്ണ തന്നില്ലെങ്കിൽ ഞങ്ങളെ കത്തിക്കും, ഹോർമോസ് കൊടുത്തില്ലെങ്കിൽ കത്തിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണ സംവിധാനത്തെ മുഴുവൻ തകർത്തു, നിരപരാധികളെ കൊന്നൊടുക്കി, കുട്ടികളെ കൊന്നൊടുക്കി, സ്ത്രീകളെ കൊന്നൊടുക്കി, സമാധാനപൂർവ്വം ജീവിച്ചിരുന്ന തങ്ങളെ ഭീകരവാദികളും കൊലയാളികളുമാക്കി യുദ്ധത്തിനിറക്കി, തങ്ങളെ ആക്രമിച്ച് യുദ്ധത്തിനിറക്കി, ഇപ്പോഴും ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുന്ന ഒരുത്തനുമായി ഞങ്ങൾ എങ്ങനെയാണ് ചർച്ചയ്ക്ക് ഇറങ്ങുക? അല്ലെങ്കിൽ അങ്ങനെയുള്ളവനുമായിട്ട് ചർച്ച ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? ചർച്ചയ്ക്ക് ഇരിക്കേണ്ടത് ഇങ്ങനെയാണോ? ഇറാൻ പറയുന്നതിൽ കാര്യമുണ്ട്. കാരണം അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള നേവൽ ബ്ലോക്കേഡ് അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. സകല ഉപരോധങ്ങളും അങ്ങനെ നിലനിൽക്കുകയാണ്. ഈ ഉപരോധമൊക്കെ അങ്ങനെ നിൽക്കും. നിങ്ങൾ ഒപ്പുവെച്ചാൽ ഞാൻ നിങ്ങൾ നീക്കിത്തരും. ഒപ്പുവെച്ചാൽ നീക്കുന്ന എന്താ ഉറപ്പ്? നാഴിക്ക് 40 വട്ടം നുണ പറയുന്ന ഒരാളാണ് ഈ ട്രംപ് എന്ന് പറയുന്നത്. സത്യം എന്ന് പറഞ്ഞൊരു സാധനം ഏഴായാലും പോയിട്ടില്ല. അങ്ങനെയുള്ള ഒരാളെ ഞങ്ങൾക്ക് വിശ്വാസമില്ലാന്ന് ഇറാൻ തുറന്നു പറയണം. ഞങ്ങൾ ചർച്ചയ്ക്കില്ല. ഞങ്ങളുടെ ആവശ്യം ഞങ്ങളുടെ മേലുള്ള എല്ലാ ഉപരോധങ്ങളും നീക്കുക, തങ്ങളുടെ സഖ്യകക്ഷികളുമായിട്ടുള്ള യുദ്ധം, അതിന് യുദ്ധം വിരാമം ഇടുക. അങ്ങനെ ഞങ്ങൾ അനുഭവിക്കുന്ന കുറച്ച് വിഷമങ്ങളുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ മണ്ടയിൽ കെട്ടിത്താങ്ങി വെച്ചിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് ഇറക്കി വെച്ചിട്ട് ഞങ്ങളെ വഴിക്ക് വിട്, എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം, എങ്ങനെ ഇനി ഭാവി എങ്ങനെ വേണമെന്ന് ചിന്തിക്കാം. അതല്ലാതെ ഞങ്ങളുടെ കഴുത്തിൽ കയറിട്ട് ഞങ്ങളുടെ കാലിൽ ചങ്ങലയിട്ട് കെട്ടിപ്പിടിച്ചിട്ട് അത് രണ്ടും കൂട്ടിപ്പിടിച്ച് ബലാൽ ഞങ്ങൾ ചർച്ചയ്ക്ക് ഇരുത്തണം, എന്നിട്ട് നിങ്ങൾ പറയുന്ന പേപ്പറുകളിൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഞങ്ങൾ ഒപ്പുവെച്ചിടണം എന്ന് പറഞ്ഞാൽ ഇറാൻ വേറെ ജനിക്കണമെന്നാണ് അവർ പറയുന്നത്. അത് ഭീഷണിയുടെ നിഴലിൽ ഒരു ചർച്ചയ്ക്ക് ഞങ്ങളില്ല. അമേരിക്ക നടത്തുന്നത് കടൽ കൊള്ളയാണ്. ഇപ്പോ വെനിസ്വലയില് അവിടുത്തെ എണ്ണ കൊള്ളയടിച്ചു, അതുപോലെ കൊള്ളയടിക്കാൻ ഇവിടെ വരികയാണ്. മാത്രമല്ല, ഈ അമേരിക്കയ്ക്ക് വേറെ ചില ഉദ്ദേശമുണ്ട്. ഇറാൻ പറയുന്നത് ഇവിടെ എണ്ണ കൊള്ളയടിക്കുക എന്ന് മാത്രമല്ല, പശ്ചിമേഷ്യയുടെ സാമ്പത്തികാവസ്ഥ മുഴുവൻ തകിടം മറിക്കണം, പെട്രോൾ ഡോളറിലായിരിക്കണം മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഇറാൻ വഴിപ്പെട്ടു കൊടുക്കണം. അത് മാത്രമല്ല, അവർ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, പേപ്പറുകളിൽ ഒപ്പുവെച്ചിട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, അവരുടെ എഗ്രിമെന്റ് അതേപടി അംഗീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ യുദ്ധം ചെയ്യുമെന്നാണ് പറയുന്നത്. അതായത് നശിപ്പിച്ച് കളയും, മുച്ചൂട് നശിപ്പിക്കുന്നതാണ് പറയുന്നത്. അതായത് ഒരു ചർച്ചയ്ക്കല്ല ട്രംപ് ശ്രമിക്കുന്നത്. ഇസ്ലാമാബാദിലേക്ക് ട്രംപിന്റെ കൂട്ടാളികൾ വരുന്നത് ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ല, ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഭീഷണിപ്പെടുത്താനാണെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പറന്ന് പാകിസ്ഥാനിലേക്കോ ഇസ്ലാമാബാദിലേക്കോ വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഞങ്ങളിവിടെ ഇറാനിൽ തന്നെ ഇരുന്ന് ഭീഷണിപ്പെടുത്തിയാൽ പോരെ? വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി ഇറാന് പറയാനുണ്ട്. യുറേനിയം സമ്പുഷ്ടീകരണം. അവരുടെ ഊർജ്ജ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നു. എന്നാൽ ഇവിടെ അമേരിക്ക പറയുന്നത്, ട്രംപ് പറയുന്നത് ആ യുറേനിയം ഞങ്ങൾക്ക് തരണം, എന്നിട്ട് ഞങ്ങൾക്ക് കീഴ്പ്പെടണം എന്ന് പറഞ്ഞാൽ പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്നത് പോലെ ഇറാന് നിൽക്കണമെന്നാണ് പറയുന്നത്. ഇറാന്റെ സർവാധികാരത്തിന്മേൽ കടന്നു കയറി ഇറാനെ നശിപ്പിക്കാൻ ശ്രമിച്ച് ഇറാന്റെ ഭരണാധികാരികളെ കൊന്നൊടുക്കി യുദ്ധത്തിലേക്ക് തള്ളിവിട്ടിട്ട് വീണ്ടും സമാധാന ദൂതുമായി വന്ന് ഭീഷണിപ്പെടുത്തുക. സമാധാനത്തിന്റെ ആൾക്കാർ ഭീഷണിയിലാണോ സംസാരിക്കുന്നത്? അതുകൊണ്ട് ഇറാന്റെ ഒരു സാന്നിധ്യം നിങ്ങൾ രണ്ടാം ഘട്ട ചർച്ചയിൽ പ്രതീക്ഷിക്കേണ്ട എന്ന് പറയുന്നു. ഇന്ന് ഇസ്ലാമാബാദിൽ നടക്കുന്ന ചർച്ചയിൽ ഇറാൻ വരുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം. ഏതായാലും പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം യുദ്ധഭീതി അണയുന്നില്ല. കാരണം ഹോർമൂസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഇറാനാണ് കസ്റ്റഡിയിൽ വെച്ചിരുന്നെങ്കിൽ, ഇപ്പോഴും ഇറാനായിട്ട് കസ്റ്റഡിയിൽ വെക്കുന്നുണ്ടെങ്കിൽ ഹോർമോസിന് പുറത്ത്, ഹോർമോസിലൂടെ പോകുന്ന കപ്പലുകളെ അമേരിക്ക കടത്തിവിടില്ല എന്ന തീരുമാനത്തിലാണ്. അതായത് ഹോർമൂസിനെ സമ്പൂർണ്ണമായി അടച്ചിരിക്കുകയാണ്.
ഇവിടെ ട്രംപിന് വേറെ വഴിയില്ല. ട്രംപ് ജയിച്ചു, ഞങ്ങൾ യുദ്ധം ജയിച്ചു എന്ന് പറയുമ്പോഴും മുഖം രക്ഷിക്കാൻ വേണ്ടി യാതൊന്നുമില്ല. ട്രംപിന് അറിയാം ഈ യുദ്ധം എവിടെയും എത്തിച്ചേർന്നിട്ടില്ല, തങ്ങൾ പരാജയപ്പെട്ട് ലോകത്തിന്റെ മുന്നിൽ നാണം കെട്ട് നിൽക്കുകയാണ്. അത്തരത്തിൽ ഒരു നാണക്കേട് നിൽക്കുമ്പോൾ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി ഇറാനെ വരുതിക്ക് കൊണ്ടുവന്നു, തങ്ങൾ സമ്പൂർണ്ണമായി യുദ്ധം ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന് മുന്നിൽ വീമ്പിളക്കിക്കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാനാണ് ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇറാൻ അനുവദിക്കുന്നില്ല. ഇറാൻ ആദ്യത്തെ അതേ സ്റ്റാൻഡ് തന്നെയാണ്. ആദ്യം ഉപരോധം നീക്ക്, ഇപ്പൊ നേവൽ ബ്ലോക്കേഡ് പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ, ആദ്യം അത് നീക്ക്. അതായത് എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിച്ചിട്ട് ഇനി പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചർച്ചയ്ക്ക് ഇരിക്കാം. അല്ലാതെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളെ ചർച്ചയ്ക്ക് ഇരുത്തി നിങ്ങളെ വരുത്തിക്ക് ഞങ്ങളെ വരുത്താമെന്ന് കരുതണ്ട എന്നാണ് ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമാബാദിൽ ഇന്ന് ചർച്ച നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചർച്ച എവിടെയും എത്തും തോന്നില്ല. കഴിഞ്ഞ തവണത്തെ പോലെ ഒരുപക്ഷെ ഇറാൻ ഭരണാധികാരികളെ അവർക്ക് വരാൻ തോന്നിയാൽ വന്ന് അവരുടെ കാര്യം സംസാരിച്ച് അവർ മടങ്ങിപ്പോകും. കൂടുതൽ രക്തരൂക്ഷിതമായ യുദ്ധം തന്നെ ഒരുപക്ഷെ അവിടെ നടക്കും. അത് പക്ഷേ ലോക സമാധാനത്തിന്, ലോക ജീവിതത്തിന് ഒരുപാട് പ്രയാസം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലോകത്ത് തന്നെ നമുക്കറിയാം എന്താണ് സാമ്പത്തിക നില എവിടെ എത്തി എന്നുള്ളത്. ദുബായിലെ അവസ്ഥയൊക്കെ വളരെ പരിതാപകരമാണ്. ലോകത്ത് ഇന്നത്തെ ഈ പ്രതിസന്ധിക്കെല്ലാം കാരണം ട്രംപ് എന്ന കൊള്ളക്കാരനാണ് എന്ന് ഇറാൻ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കൊള്ളക്കാരനുമായി ഭീഷണിപ്പെടുത്തുന്ന ഗുണ്ടയുമായി ചർച്ചയ്ക്ക് ഇറാൻ ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് കരുതണം. Different angles. Don't forget to subscribe and support this channel.